1999 ഈ ഒരു വാഹനം വന്നിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ വാഹന ജനനം വന്നിരിക്കുന്നത് ജപ്പാനിലാണ്. ഓക്കെ, സോ ജപ്പാനിൽ അവിടുത്തെ ലീഗൽ സ്മോളസ്റ്റ് കാറായിരുന്നു ഇതിൻ്റെ ഒരു അച്ഛനെന്ന രീതിക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു വാഹനത്തിൽ നിന്ന് പിറവിയെടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം 1999 ഇന്ത്യൻ വിപണിയിൽ സുസുക്കി വന്നിട്ട് മാരുതി സുസുക്കി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിപണിയിൽ പറയുന്നത് ഇതിനൊരു ബാഡ്ജിങ് കൂടെ ഉണ്ടായിരുന്നു, MAV, അതായത് മൾട്ടി ആക്ടിവിറ്റി വെഹിക്കിൾ. ഓക്കെ, 1999 വാഹനം വരുന്നത്. പിന്നീട് 2003 വന്നിട്ട് ഇതിനൊരു ഫേസ് ലിഫ്റ്റ് കൂടി സംഭവിച്ചു. പിന്നീട് 2006 പിന്നീട് 2010. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് 2 ജനറേഷനായിരുന്നു ഈ ഒരു മോഡലിൽ തന്നെ എന്താ പറയുക, ഈ ഒരു ബോഡി ഷേപ്പിൽ ഏകദേശം ഈ ഒരു ബോഡി ഷേപ്പിൽ വന്നിട്ട് ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് വന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കിതിൽ പറയുന്നുണ്ടെങ്കിൽ ഇതിന് കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത് വന്നിട്ട് ഹ്യുണ്ടായിയുടെ തന്നെ ഹ്യുണ്ടായി സാൻട്രോ വന്നിട്ട് അവതരിപ്പിച്ചപ്പോൾ മാരുതി വന്നിട്ട് അതിനൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ട് ഇന്ത്യൻ വിപണിയിലോട്ട് ഇറക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ, ഒരു ശരിക്കും പറഞ്ഞ ഒരു ലെഗസി കീപ്പ് ചെയ്തൊരു വാഹനം തന്നെയാണ്. കാരണം 25 വർഷം 3 ജനറേഷൻ ഈ ഒരു വാഹനം വന്നിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റുകൾ 45 ലക്ഷം പ്ലസ് യൂണിറ്റ്സാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ട് എന്താ പറയുക സെല്ലായിരിക്കുന്നത്. ഓക്കെ, വെൽക്കം ടു D4 Drive. D4 Driveൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Here we introduce our new stock 2016 model single owner driven WagonR LXi. എന്താ പറയുക, ഇതിന് മുമ്പത്തെ നമ്മളെ വാഹനങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിലും തേർഡ് ഓണർഷിപ്പിലും ഉണ്ടായിരുന്ന വാഹനങ്ങൾ നമ്മൾ വന്നിട്ട് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് സിംഗിൾ ഹാൻഡ്, അതായത് എന്താ പറയുക ഒരൊറ്റ ഒരാൾ ഉപയോഗിച്ച പോലെയോ ഒരു മീൻമേൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെയും എന്താ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ വെച്ചിരുന്ന ആ ഓണർഷിപ്പ് ഒരുപാട് ഇല്ലാത്ത വാഹനങ്ങൾ, ഇത്ര ജെന്യൂൻ ആയിട്ടുള്ള വാഹനങ്ങൾ, റീപെയിൻറ്റ്, റീടച്ച്, അതുപോലെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത വാഹനങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറക്കിയിരിക്കുന്ന ഒരു അടുത്ത വണ്ടിയാണ് ഈ ഒരു വാഹനം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസിലൊക്കെ ആദ്യം പോവാം. പിന്നെ വാഹനം വന്നിട്ട് ഓടിയിരിക്കുന്നത് വന്നിട്ട് 71,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം വന്നിട്ട് ഓടിയിരിക്കുന്നത്. ഇതിന് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വാഹനം വന്നിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ എന്താണ് മുൻഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം 0 ക്ലെയിമിൽ പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ നമുക്കിനി വണ്ടിയുടെ ജസ്റ്റ് ഒന്ന് ഞാൻ വാക്ക് അറൗണ്ട് ഞാനൊന്ന് ചെയ്യാം. ഓക്കെ, വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും കൂടുതലായിട്ട് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ നമുക്ക് റെയിൻ വൈസർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റൂഫ് റെയിലും വന്നിട്ട് 2 റൂഫ് റെയിലും വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സൈഡുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല. ആൻഡ് ദെൻ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കി കാണാൻ പറ്റും. ഈ ഒരു വാഹനങ്ങളിലായിട്ട് റണ്ണിങ് ബോർഡിനായിട്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ഒരിക്കലും ഡെൻ്റ് അല്ല, ജസ്റ്റ് സ്ക്രാച്ചാണ്. ഓക്കെ, സോ അപ്പോൾ യാതൊരു തരത്തിലും നിങ്ങൾക്ക് ബോഡി ഷേപ്പിൻ്റെ കാര്യത്തിൽ, അതായത് ഞാൻ ക്ലോസ് ഫിറ്റ് പിക്ചർ വന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം. എവിടെയും തന്നെ ടച്ച് ആൻഡ് പോളിഷോ അല്ലെങ്കിൽ എന്താ പറയുക പേസ്റ്റോ കാര്യങ്ങളോ വെച്ച ഒന്നും തന്നെ വാഹനത്തിലില്ല. വണ്ടി 2016 ഷോറൂമിൽ ഇറക്കുന്ന സമയത്ത് എങ്ങനെയാണോ അതേ കണക്ക് തന്നെ ഇരിക്കുന്നത്. എല്ലാ ഗ്ലാസസും ഒറിജിനലാണ്. ഇനി നമുക്ക് നമ്മുടെ റിയർ സൈഡ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, സോ നമ്മൾ റിയർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് യു കൻ സി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സ്ക്രീനിൽ നമുക്ക് വന്നിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ക്യാമറ കാണാനായിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിയർ ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഈ സൈഡിലും സെയിം ആസ് ആ സൈഡ് പോലെ തന്നെയാണ്. ആൻഡ് ഈ ഒരു ഭാഗത്ത് ഒട്ടും തന്നെ സ്ക്രാച്ച്, അവിടെ റണ്ണിങ് ബോർഡിന് അവിടെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട്. ഈ ഒരു ഭാഗത്ത് അതുപോലും ഇല്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിലവിൽ അപ്പോൾ ഗ്ലാസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും 2016 അതിൻ്റെ മാനുഫാക്ചറിങ് വന്നിട്ടുള്ളത്. കമ്പനി വന്നിട്ടുള്ള ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. RFID ടാഗ് നിങ്ങൾക്ക് കോർണറിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ബോണറ്റിൻ്റെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒട്ടും തന്നെ ഇല്ല. ഗ്രില്ല് ഒറിജിനൽ തന്നെയാണ്. ഹെഡ്ലൈറ്റ്സും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യാതൊരു തരത്തിലെ മഞ്ഞപ്പ്, അതായത് മാരുതിയുടെ ഭൂരിഭാഗം വണ്ടികളിലും കാണുന്നതാണ്. ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു വശങ്ങളിലായിട്ടും ആ ഒരു ഫെയ്ഡ് പോലെ യെല്ലോ കളർ മങ്ങിയ പോലെ വരുന്നു. കാരണം അതിൻ്റെ ക്വാളിറ്റി മാരുതി കുറഞ്ഞ രീതിക്ക് ഹെഡ്ലൈറ്റ് ക്വാളിറ്റി മീൻവൈൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് വാങ്ങാൻ അത്രേ വിലയുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ മഞ്ഞ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും ഇതിൽ ഒട്ടും തന്നെ ഇല്ല. ഓക്കെ,
പിന്നീട് നോക്കാൻ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു എക്സ്ട്രാ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട് സ്ക്രാച്ച് സൈഡിലാവാതിരിക്കാൻ. ഓക്കെ, സോ താഴെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നോക്കി കാണാൻ പറ്റും, സ്ക്രാച്ചോ കാര്യങ്ങളോ തന്നെ ഒട്ടും തന്നെ ഇല്ല. ആൻഡ് നമ്മുടെ എന്താ പറയുക LXI വന്നിട്ട് ഫോഗ് ലാമ്പ് വരുന്നില്ല, അത് കൊടുത്തിട്ടില്ല, അത് ഇതിന് മുമ്പത്തെ ഓണറും കൊടുത്തിട്ടില്ല. ഓക്കെ, സോ അത് നമുക്ക് പ്രൊവിഷൻ ഉണ്ട് ഫോഗ് ലാമ്പ് കൊടുക്കാനായിട്ട്. ഓക്കെ, സോ അപ്പോൾ ഇൻറ്റീരിയറുടെ വശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ അണ്ടർ മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ ഒരു എക്സ്ട്രാ മാറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അണ്ടർ മാറ്റിൻ്റെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നല്ല ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ട് എന്താ പറയുക വ്യത്യാസം ചെയ്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ബ്ലോക്ക് പങ്കിൻ്റെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് വർക്കിംഗ് തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു എന്താ പറയുക സൺ ബ്ലൈൻഡിൻ്റെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല. നമ്മുടെ മാരുതിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള മാരുതിയുടെ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. ആൻഡ് നമുക്കിനിയിപ്പോൾ നമ്മളുടെ മീറ്റർ ബോർഡിൻ്റെ ഭാഗങ്ങൾ വന്നിട്ട് കാണിച്ചു തരാം കൂടുതലായിട്ട്. ഓക്കെ, സോ അപ്പം നമ്മളുടെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക ഈ ഒരു ഭാഗത്ത് സ്വാഭാവികമായിട്ട് വരുന്ന ഫെയ്ഡ് നടന്നിട്ടുണ്ട്, ഇത് വളരെ കുറവാണ്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് കവർ വന്നിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ കിലോമീറ്ററിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 73,938 കിലോമീറ്ററാണ് വാഹനം വന്നിട്ട് ഓടിയിരിക്കുന്നത്. അതായത് ഈ വാഹനം ഓടിക്കുന്നത് വന്നിട്ട് കംപ്ലീറ്റ് ഹിസ്റ്ററി ഷോറൂമിൽ തന്നെ ഉണ്ട്. കാരണം ഇത്രയും കിലോമീറ്റർ സർവീസ് ചെയ്തിരിക്കുന്നിട്ട് ഷോറൂമിൽ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ AC ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക യാതൊരുതരത്തിലുള്ള ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്പേഴ്സ് എല്ലാം അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. ആൻഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടച്ച് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഡിക്കി കൂടെ നോക്കാം. ഓക്കെ, സോ ഡിക്കിയുടെ ഈ വശങ്ങളിലോട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വ്യക്തത കിട്ടും എങ്ങനെയാണ് കിടക്കുന്നത്, എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. കാരണം നമുക്ക് അതുപോലെ തന്നെ ബൂട്ടിൽ നമുക്ക് എന്താ പറയുക സ്പാനർ, നമ്മളുടെ ജാക്കി സ്പാനർ കാര്യം, പിന്നെ റിഫ്ലക്ടർ അതുമുണ്ട്. സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ ഒരു 30% ത്രെഡുള്ള സ്റ്റെപ്പിന് തന്നെയാണ് അപ്പോഴൂടെ സ്റ്റെപ്പിന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് തുരുമ്പ് കൂടുതലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് തന്നെ കാണാൻ പറ്റും. ഈ ഒരു വശങ്ങളിലാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കൂടുതൽ തുരുമ്പ്. എട്ടും തന്നെ തുരുമ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് വളരെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള വാഹനം തന്നെയാണ്. ഹിയാവിക്കോ, അപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ഭാഗങ്ങൾ നോക്കാം കൂടുതലായിട്ട്. ഓക്കെ, സോ ബാറ്ററി വന്നിട്ട് വന്നിരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററി തന്നെയാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിൻ്റെ ബമ്പർ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാൻ പറ്റും, എല്ലാ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി എഞ്ചിൻ്റെ കയ്യിൽ വന്നിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എഞ്ചിൻ്റെ കേസ് നോക്കാം. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വേറൊരു തരത്തിൽ യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഒട്ടും തന്നെ വണ്ടിയിലില്ല. വണ്ടി അത്രത്തോളം ജെന്യൂൻലി എന്താ പറയുക നീറ്റായിട്ടുള്ള വണ്ടി ആണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ടയറിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 40% to 30% നമുക്കിനി ഓടാനായിട്ടുള്ള ഇതിൽ ത്രെഡ് ഉണ്ട് അതിൽ. ഓക്കെ, സോ ഇപ്പോൾ ഈ കണ്ടതെല്ലാമാണ് നമ്മളുടെ പുതിയ സ്റ്റോക്കിൻ്റെ വിശേഷം. അപ്പോൾ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്ന പാലക്കാടൻ രജിസ്ട്രേഷൻ തന്നെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഇതുവരെയുള്ള സർവീസ് ഹിസ്റ്ററി കംപ്ലീറ്റ്ലി ഇൻ മാരുതി ഓതറൈസ്ഡ് മാരുതി ഷോറൂമിൽ എന്താ പറയുക ഉണ്ട്. കാരണം വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഇന്ന്, അതായത് കഴിഞ്ഞ മാസം വരെയുള്ള ഹിസ്റ്ററി കംപ്ലീറ്റ്ലി നമുക്ക് വന്നിട്ട് ഷോറൂമിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് വന്നിട്ട് സിംഗിൾ ഹാൻഡ്, അതായത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം വന്നിട്ട് നിങ്ങൾക്ക് വേണം എന്താ പറയുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വന്നിട്ട് ഈ താഴെ കാണുന്ന നമ്പറായ ഇതിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ വാട്സപ്പ്, അതായത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ നമ്പർ തന്നെയാണ്. ഇതിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഏതൊക്കെ വാഹനങ്ങൾ നമുക്ക് വന്നിട്ട് ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളുടെ വിലയും ഈ ഒരു വാഹനത്തിനെ കുറിച്ചായിട്ടുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വന്നിട്ട് അതിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കൊന്ന് അറിഞ്ഞു തന്നിരിക്കും. അതുപോലെ തന്നെ കൂടുതലായിട്ട് അത് അപ്പോൾ അപ്ഡേറ്റ്സ്, അതായത് ഞങ്ങളുടെ സ്റ്റോക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ടൈം ടു ടൈം അപ്ഡേറ്റ് വന്നിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു പേജ് D4 ഡ്രൈവിൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് വന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, സോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. സോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ തുടർന്നും വീഡിയോസ് വന്നിട്ട് കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഞങ്ങളുടെ എന്താ പറയുക ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ വന്നിട്ട് എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുമാത്രമല്ല
ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് വന്നിട്ട് അതിലൊന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് അശ്വന്ത് സൈനിങ് ഓഫ് ഫ്രം D4 Drive. വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും വണക്കം.